വാ, സൂപ്പറായിട്ടുള്ള പല്ലാണ്. എന്താ ഭംഗി അത് കാണാൻ. ബ്യൂട്ടിഫുൾ ആയിട്ട്ലി അറേഞ്ച്ഡ്. നല്ല വെള്ള പല്ലുകൾ. ശരി, ഇതിൻ്റെ പുറകുവശം എങ്ങനെ ഉണ്ടാവും? നമുക്കൊന്ന് ഫ്ലിപ്പ് ചെയ്ത് നോക്കാം. ഈ പുറകുവശം നോക്കുമ്പോൾ ഫുള്ളായിട്ട് നമുക്ക് കാണുന്നത് എന്താ? എല്ലാ പല്ലിൻ്റെ മേലെയും കുത്തുകളായിട്ടുള്ള കേടുകളുണ്ട്. ഫ്രണ്ട് പല്ലിൻ്റെ പുറകുവശത്ത് സ്റ്റെയിൻസ് ഉണ്ട്. പിന്നെ 1-2 പല്ലിൻ്റെ ജോയിൻറ്റിൻ്റെ ഉള്ളിൽ കേടുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താ സംഭവിക്കുന്നത്? നമ്മളിപ്പോൾ ഡൽഹിയിൽ നിന്നൊക്കെ ഇനോവ വാങ്ങുന്നില്ലാണ് ശരിക്കും പറഞ്ഞാൽ. നല്ല പുട്ടിയിട്ട് മേക്കപ്പ് ചെയ്തിട്ടുള്ള ഇനോവയിൽ വരും. പക്ഷേ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇതിനുള്ള തുരുമ്പൊക്കെ കാണും. പിന്നീടാണ് പ്രശ്നങ്ങൾ കാണുന്നത്. അപ്പോൾ ഇത് നമ്മൾ കാണാത്തതുകൊണ്ടാണ്. സോ ഇതിൻ്റെ പ്രധാന പ്രശ്നം, നിങ്ങൾ ബ്രഷ് ചെയ്യുമ്പോൾ നിങ്ങൾ മുൻവശത്തെ പല്ലുകൾ നിങ്ങൾക്ക് ബ്രഷ് ചെയ്യാൻ പറ്റും, പുറകുവശത്തെ പല്ലും ബ്രഷ് ചെയ്യും. പക്ഷേ അതിൻ്റെ ജോയിൻ്റ് വൃത്തിയാകുന്നുണ്ടോ, പല്ലിൻ്റെ പുറകുവശം പ്രോപ്പറായി ക്ലീൻ ആകുന്നുണ്ടോ കാര്യം നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. 2 പല്ലിൻ്റെ ജോയിൻറ്റിൽ കേടുണ്ടെന്ന് പറഞ്ഞില്ലേ? എങ്ങനെയാണ്? 2 പല്ലും ടച്ച് ചെയ്യുന്ന ഭാഗത്ത് കുറച്ച് താഴോട്ടായിട്ട് മോണേൻ്റെ സൈഡിൽ കേട് സ്റ്റാർട്ട് ചെയ്യും. ഭക്ഷണം കൊടുക്കുമ്പോഴാണ് വരിക. ഇത് സ്റ്റാർട്ടിങ് ടൈമിൽ ഡെൻറ്റിസ്റ്റ് പോലും കണ്ടാൽ മനസ്സിലാകത്തില്ല. എക്സ്റേ എടുത്ത് നോക്കിയാലേ മനസ്സിലാകത്തുള്ളൂ. പക്ഷേ ഇത് വലുതായി കഴിഞ്ഞാൽ വേദന വരും. നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് പല റൂട്ട് ആൻഡ് ട്രീറ്റ്മെൻറ്റിലേക്കെല്ലാം പോകും. ഫ്രണ്ട് വശം മാത്രം നമ്മൾ ഭംഗിയായിട്ട് കാര്യമില്ല. പുറകു വശത്തിൻ്റെ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ 6 മാസം കൂടുമ്പോൾ ഡെൻറ്റിസ്റ്റിനെ കാണുക, ക്ലീൻ ചെയ്യുക, ക്യാവിറ്റി ഉണ്ടെങ്കിൽ അത് ഫില്ല് ചെയ്യുക. നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾ തന്നെ സംരക്ഷിക്കുക. ഫോളോ ചെയ്യും ഡോക്ടർ ബിബി ഡെൻറ്റിസ്ട്രി.